സമയത്തെക്കുറിച്ച് നല്ല ബോധം എനിക്കുണ്ട്. ഇന്നത്തെ ഒരു ലോങ് സർവീസാണല്ലോ. സാധാരണ നമ്മൾ ചെയ്യുന്ന ആരാധനകളെക്കാട്ടിലും വ്യത്യസ്തമായ കുമ്പിടലും പാട്ടുകളും ദീർഘമേറിയ ആരാധനയാകുന്നു ഇത്. സച്ച് എ ലോങ് സർവീസ്. വി ആർ നോട്ട് ഫെമിലിയർ വിത്ത് ദാറ്റ് സർവീസ്. പക്ഷേ 96 വയസ്സുള്ള അച്ഛൻ പയറുപോലെ ഇങ്ങനെ കൂടെ നിൽക്കുക. നിങ്ങൾക്കും എന്തെങ്കിലും ക്ഷീണതകളുണ്ടെങ്കിൽ ഒരു സ്വീറ്റോ അല്ലെ ആരോടെങ്കിലും പറഞ്ഞ് വെള്ളമോ ഒക്കെ കുടിക്കണം. പ്രത്യേകിച്ച് പല അസ്വസ്ഥതകളുണ്ടല്ലോ. ഇനിയിപ്പം ഈ പ്രസംഗം തീരുന്നിടം വരെ കാത്തു നിന്ന് നിൽക്കേണ്ട. ആരോടെങ്കിലും പറഞ്ഞാൽ എന്തെങ്കിലും അസ്വസ്ഥതകളുണ്ടെങ്കിൽ നിങ്ങൾക്ക് കഴിക്കാം, കുടിക്കാം, ഒരു പ്രശ്നവും അതിലില്ല. നമ്മൾ പ്രോസ്ട്രേഷൻ ഈസ് ദ സ്പെഷ്യൽ ആക്ട് ഓഫ് ദിസ് വർഷിപ്പ് സർവീസ്. അത് നിങ്ങൾക്ക് എല്ലാവർക്കും വളരെ പരിചിതമാണ്. വി യൂസ് ടു ഡു അറ്റ് ജിം. ജിമ്മിൽ പോയി കാശ് കൊടുത്ത് എത്ര കസർത്തുകൾ നമ്മൾ കാണിക്കുന്നതാണ് ടു എംപവർ അവർ ബോഡി. ബട്ട് ദിസ് പ്രോസ്ട്രേഷൻ ടു എംപവർ അവർ സോൾ, our spirit, our spiritual life. അതുകൊണ്ട് ഈ പ്രത്യേകിച്ച് ഈ നാട്ടിൽ ജിമ്മിനെ കുറിച്ച് ഞാൻ പറയേണ്ട ആവശ്യമൊന്നും ഇല്ല. നമ്മൾ ശാരീരികമായിട്ടുള്ള ഒരു ക്ഷമതയ്ക്ക് വേണ്ടി നമ്മൾ നന്നായിട്ട് അധ്വാനിക്കുന്നവരാണ്, നമ്മൾ കസർത്ത് കാണിക്കുന്നവരാണ്. അതുകൊണ്ട് എത്ര നേരം കുമ്പിടുന്നു എന്നും നമുക്ക് വലിയ വിഷയമുള്ള കാര്യമൊന്നും അല്ല. ഞാൻ ദൈവവചന ധ്യാനത്തിലേക്ക് പ്രവേശിക്കട്ടെ, അധിക പ്രസംഗം പറയാതെ. എല്ലാ ഗുഡ് ഫ്രൈഡേ സർവീസിലും കുരിശിലെ മൊഴികൾ കേൾക്കണമെന്ന് ഞാൻ ഇതിനു മുമ്പ് ശുശ്രൂഷ ചെയ്ത ആന്ധ്രയിലെ ഗ്രാമവാസികൾക്ക് നിർബന്ധമാണ്. അവരിങ്ങനെ ഇരുന്ന് കേട്ടോളൂ 7 മൊഴികളും. ഒന്ന് പറയുക, അച്ഛൻ താണ്ട് 7 മൊഴി പറയാൻ പോകുന്നു, അല്ല. അതുകൊണ്ട് ദുഃഖവെള്ളിയാഴ്ച 7 sayings പറഞ്ഞില്ലെങ്കിൽ എന്തോ ഒരു ബുദ്ധിമുട്ട് പോലെ. നമ്മുടെ ആരാധനയിലെല്ലാം നമ്മളത് കേട്ടതാണ്. ഞാൻ എന്നാൽ നിങ്ങളോട് ഇന്നത്തെ പ്രസംഗത്തിൽ, ഇന്നത്തെ ഏവൻഗേലിയോനിൽ നിന്ന് കുരിശിലെ ഏറ്റവും അവസാനത്തെ 3 മൊഴി പറഞ്ഞ് ഞാൻ പെട്ടെന്ന് പ്രസംഗം അവസാനിപ്പിക്കാനായിട്ട് ആഗ്രഹിക്കുക. ലാസ്റ്റ് 3 sayings. അതിലെ ഒരു saying ആണ് യോഹന്നാൻ എഴുതിയ സുവിശേഷം 19-ാം അധ്യായം 30-ാമത്തെ വാക്യം. യോഹന്നാൻ എഴുതിയ സുവിശേഷം 19-ാം അധ്യായം 30-ാമത്തെ വാക്യം. നിവൃത്തിയായി, ഇറ്റ് ഈസ് 5-ാമത്തെ മൊഴി. ഞാൻ പറഞ്ഞത് 6-ാമത്തെ മൊഴിയാണ് പറഞ്ഞത്. 5-ാമത്തെ മൊഴി യോഹന്നാൻ എഴുതിയ സുവിശേഷം 19-ാം അധ്യായം 29-ാമത്തെ വാക്യം. ഗോസ്പൽ അക്കോർഡിംഗ് ടു സെയിൻറ്റ് ജോൺ ചാപ്റ്റർ 19 വേഴ്സ് 29. എനിക്ക് ദാഹിക്കുന്നു. കുരിശിൽ കിടന്ന് യേശു തൻ്റെ ആവശ്യം പറഞ്ഞ ഏക മൊഴിയാണ് ഈ എനിക്ക് ദാഹിക്കുന്നു. അതായത് തന്നോടൊത്ത് ക്രൂശിക്കപ്പെട്ടവരുടെ ആ സാന്നിധ്യം അവൻ മനസ്സിലാക്കുന്നു. തന്നോടൊത്ത് കുരിശിൻ്റെ ചുവട് വരെ വന്ന അമ്മയുടെ സാന്നിധ്യം അവൻ മനസ്സിലാക്കുന്നു. അപ്പോൾ തൻ്റെ ജീവിതത്തിൽ തന്നെ തള്ളിപ്പറഞ്ഞവർ, തൻ്റെ അങ്കി പങ്കിട്ടെടുത്തവർ, ഇങ്ങനെ വിവിധ സമ്മിശ്ര വികാരങ്ങളുള്ള എല്ലാവരെയും കർത്താവ് കണ്ടുകൊണ്ടാണ് കുരിശിൽ ആയിരിക്കുന്നത്. എന്നാൽ ഇത്രമാത്രം വേദനയുടെയും നിന്ദയുടെയും പരിഹാസത്തിൻ്റെയും നടുവിൽ ദൗത്യം ചെയ്തതിലുള്ള വലിയ സംതൃപ്തി യേശുവിൻ്റെ മുഖത്ത് കാണാനായിട്ട് നമുക്ക് സാധിക്കും. വേദനയുടെ നടുവിലും പരിഹാസത്തിൻ്റെ നടുവിലും കുരിശിൻ്റെ മുഖത്തായിരിക്കുന്ന കർത്താവിൻ്റെ മുഖത്ത് താൻ ചെയ്ത ശുശ്രൂഷയുടെ സംതൃപ്തി കളിയാടുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നു. അതുകൊണ്ട് കർത്താവ് ശത്രുക്കളുടെ മുഖത്തും നന്മ കാണാൻ ശ്രമിച്ചു. അതിൻ്റെ ഒരു പ്രകാശനമാണ് എനിക്ക് ദാഹിക്കുന്നു എന്ന് പറഞ്ഞത്. നമ്മളാരും ശത്രുക്കളോട് കഴിവതും ഒന്നും ചോദിക്കാറില്ല. നമുക്ക് എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ഏറ്റവും അപ്രോച്ച് ചെയ്യാൻ പറ്റുന്ന ആൾക്കാരുടെ അടുക്കലാണ് നമ്മൾ അപ്രോച്ച് ചെയ്യുന്നത്. പക്ഷെ കർത്താവ് തന്നെ ദ്രോഹിച്ചവരെയും തൻ്റെ കൂട്ടുകാരായി കണ്ടതിൻ്റെ ഒരു വലിയ പ്രകാശനമാണ് എനിക്ക് ദാഹിക്കുന്നു എന്ന് ഒരുപക്ഷെ അവരോട് പറയാനായിട്ട് ഇടയായി തീർന്നത്. അത് നമുക്കെന്നും പാഠമാക്കേണ്ട ഒരു വിഷയമാണ്. വേദനയുടെ നടുവിൽ തന്നെ വേദനയിലേക്ക് തള്ളിയിട്ടവർ, തൻ്റെ അങ്കി പങ്കിട്ടെടുത്തവർ, തന്നെ നിർദാക്ഷിണ്യം ഉപദ്രവിച്ചവർ,
അവരോട് കുടിപ്പാൻ ചോദിക്കുന്നത് ഏതു തരം വികാരമാണ് എന്ന് നമ്മളിന്ന് ധ്യാനിക്കുമ്പോൾ ഒരുപക്ഷെ നമുക്ക് അത്ഭുതം കൂറും. ശത്രുക്കളെ മിത്രമായി കാണുന്ന കർത്താവ്. അല്ലെങ്കിൽ തന്നെയും ഇന്നലെ ഞാൻ ധ്യാനിച്ചപ്പോൾ പറഞ്ഞതുപോലെ കർത്താവിൻ്റെ അവസാനത്തെ വിരുന്ന് അങ്ങനെയാണെന്നല്ലോ. കൂടിരിക്കുന്നവൻ ഒറ്റിക്കൊടുക്കുമെന്ന് അറിഞ്ഞിട്ടും അല്പനേരം കഴിഞ്ഞ് ഈ വീരവാദം പറയുന്നവൻ തന്നെ തള്ളിപ്പറയുമെന്ന് അറിഞ്ഞിട്ടും അവനോടൊത്ത് ഒരേ പാത്രത്തിൽ വിരുന്ന് പങ്കിട്ട കർത്താവിൻ്റെ ചേതോ വികാരം ജീവിതത്തിൻ്റെ അവസാന നിമിഷം കുരിശിൻ്റെ വേളയിലും കർത്താവ് പ്രകടിപ്പിച്ചു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്. യെരുശലേം ദേവാലയത്തിൽ നിന്നുകൊണ്ട് ദാഹിക്കുന്ന ഏവനെയും ദാഹശമനത്തിന് വേണ്ടി ആഹ്വാനം ചെയ്ത കർത്താവ് ഇവിടെ ഒരു തുള്ളി വെള്ളത്തിന് വേണ്ടി കേഴുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നു. ലോകത്തെ ധന്യമാക്കുവാൻ വന്നവൻ മനുഷ്യനോട് അപേക്ഷിക്കുകയാണ്. ലോകത്തെ മുഴുവൻ സൃഷ്ടിച്ചവനായ ദൈവത്തിൻ്റെ ഏകപുത്രനായവൻ കുടിനീരിന് വേണ്ടി യാചിക്കുകയാണ്. സമുദ്രങ്ങളെയും നദികളെയും ജലാശയങ്ങളെയും തടാകങ്ങളെയും വൻമഴകളെയും ഈ ലോകത്തിൽ സൃഷ്ടിച്ചവനായ ദൈവം ഒരിറ്റ് ദാഹനീരിന് വേണ്ടി കേഴുകയാണ്. പൊൻകിരീടം ചൂടിക്കുവാൻ, മനുഷ്യനെ പൊൻകിരീടം ചൂടിക്കുവാൻ വന്നവൻ മുൾക്കിരീടം ചൂടുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കുകയാണ്. കൈപ്പണിയല്ലാത്ത നിത്യഭവനം പണിയാനായിട്ട് വന്നവൻ ഇതാ തല ചായ്ക്കാൻ ഇടയില്ലാതെ കുരിശിൽ തല ചായ്ച്ച് കിടക്കുന്ന ഒരനുഭവമാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഇതെല്ലാം നമ്മളെ പഠിപ്പിക്കുന്ന ഒരു വലിയ കാര്യം എന്താണെന്നറിയാമോ? നമ്മൾ എത്രമാത്രം വളരെ ശ്രേഷ്ഠരായ വ്യക്തികളാണെങ്കിലും അതെല്ലാം ദൈവത്തിൻ്റെ ദാനമാണെന്നും ഈ സർവ്വത്തെയും സൃഷ്ടിച്ച ദൈവം പോലും ഒരു കുടിനീരിന് വേണ്ടി യാചിച്ച അനുഭവമാണ് ക്രൂശ് നമ്മളെ പഠിപ്പിക്കുന്നതെന്നും നമ്മൾ ചിന്തിക്കേണ്ടത് ഏറ്റവും ആവശ്യമാണ്. ഓരോ നിമിഷവും ജീവിക്കുമ്പോൾ എൻ്റെ പാർപ്പിടം, എൻ്റെ വസ്ത്രം, എൻ്റെ ആഹാരം, ഞാൻ കുടിക്കുന്ന ജലം എല്ലാം ദൈവത്തിൻ്റെ ദാനമാണെന്ന് ചിന്തിച്ചറിയേണ്ടത് ആവശ്യമാണ്. ഈ ലോകത്തെ മുഴുവൻ മെനഞ്ഞവനായ ദൈവം തൻ്റെ രാജകീയമായ എഴുന്നള്ളത്തിന് ഒരു വാഹനം കടം വാങ്ങിയതിൻ്റെ ഓർമ്മയാണ് ഹോശാന പെരുന്നാൾ. കുരിശിലേക്ക് നോക്കുമ്പോൾ സർവ്വത്തെയും സൃഷ്ടിച്ചവനായ വലിയവനായ ദൈവം നിസ്സഹായനായി കുരിശിൽ ചാഞ്ഞു കിടക്കുമ്പോൾ ഈ ലോകത്തിലൊരായുസ് കൊണ്ട് എന്തെല്ലാം നന്മ അനുഭവിക്കുന്ന ഞാൻ ദൈവത്തോട് എന്തുമാത്രം കൃതാർത്ഥതയുള്ളവനായിട്ട് മാറണം. ജീവിതത്തിൽ ദൈവം തന്ന കുടുംബം, കുഞ്ഞുങ്ങൾ, ജോലി, ജീവിത സാഹചര്യങ്ങൾ, പലപ്പോഴും എനിക്കിഷ്ടമല്ലാത്ത ജീവിതത്തിൻ്റെ അനുഭവങ്ങൾ വരുമ്പോൾ ഞാൻ പിറുപിറുത്ത എൻ്റെ ജീവിതത്തിൻ്റെ അപജയങ്ങളെ, എൻ്റെ ജീവിതത്തിൻ്റെ പോരായ്മകളെ ഓർത്ത് ഞാൻ ദുഃഖിക്കേണ്ടത് ആവശ്യമാണ്. ഇവിടെ സർവ്വത്തെയും സൃഷ്ടിച്ച ദൈവം ഒരു മനുഷ്യനായി, മനുഷ്യൻ്റെ വികാരം അവൻ്റെ ജീവിതത്തിൽ കാണാനായിട്ട് സാധിക്കുന്നു. അവനൊരു കംപ്ലീറ്റ് ഹ്യൂമനും കംപ്ലീറ്റ് ഡിവൈനുമാണ്. മനുഷ്യത്വം ഏറ്റവും അതിൻ്റെ അത്യുന്നതമായിട്ടുള്ള അനുഭവത്തിൽ നിൽക്കുന്ന ഒരു അനുഭവമാണ് ഈ കുരിശിലെ 5-ാമത്തെ മൊഴി, എനിക്ക് ദാഹിക്കുന്നു എന്ന് പറയുന്നത്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഭൗതിക സമൃദ്ധിയേക്കാൾ ആന്തരികമായ സമൃദ്ധിയാണ് സമ്പന്നതയെന്ന് ഈ കുരിശിൻ്റെ ഈ ധ്യാനത്തിൽ നാം ഓർക്കണം. നമുക്കില്ലാത്തതിനെ ഓർത്ത് നമ്മൾ പലപ്പോഴും പരാതി പറയുന്നവരും ദുഃഖിക്കുന്നവരുമായിട്ട് തീരാറുണ്ട്. എന്നാൽ ഭൗതിക സമൃദ്ധിയേക്കാൾ ആന്തരികമായ സ്വസ്ഥതയുണ്ടെങ്കിൽ, ആന്തരികമായി റിച്ചാണെങ്കിൽ, ആത്മീകമായി സമ്പന്നരാണെങ്കിൽ, ആത്മീകമായി ശക്തിയുള്ളവരാണെങ്കിൽ അത് മതിയെന്ന് വിശ്വസിപ്പാൻ, അത് മതിയെന്ന് വിചാരിപ്പാൻ നമുക്ക് കഴിയണമെന്ന് ഈ കുരിശ് നമ്മളെ പഠിപ്പിക്കുകയാണ്. സർവ്വത്തെയും സൃഷ്ടിച്ച വലിയവനായ ദൈവം പോലും കുടിനീരിനായി യാചിച്ചപ്പോൾ ജീവിതത്തിൽ ഇല്ലായ്മകളെ ഓർത്ത് ഇനി മേലാൽ ആരും പരിതപിക്കരുത്. കുടുംബ ജീവിതത്തെ ഓർത്ത്, കുഞ്ഞുങ്ങളെ ഓർത്ത്, ലഭിച്ച ജോലിയെ ഓർത്ത്, സാഹചര്യങ്ങളെ ഓർത്ത് ദൈവത്തിൽ നിന്ന് അകന്നു പോകുന്ന അനുഭവം ഒരിക്കലും ഉണ്ടാകരുത്. ആന്തരികമായ സമൃദ്ധിയിൽ, സ്വസ്ഥതയിൽ ജീവിതം നയിക്കണമെന്ന് ഈ ഭാഗം നമ്മളെ ഓർമ്മപ്പെടുത്തുകയാണ്. പ്രിയപ്പെട്ടവരെ, മത്തായി എഴുതിയ സുവിശേഷം 25-ാം അധ്യായം 35 മുതൽ 46 വരെ കർത്താവ് പറഞ്ഞ ശ്രേഷ്ഠമായ ഒരു ഉപമയാണ്. നമ്മൾ സന്ധ്യാനമസ്കാരത്തിന് നമ്മൾ വായിച്ചു കേട്ട ഉപമയാണ്. കർത്താവ് ഇന്നും അന്ന് കുരിശിൽ കിടന്നുകൊണ്ട് എനിക്ക് ദാഹിക്കുന്നു എന്ന് പറഞ്ഞ കർത്താവ് ഇന്നും നഗ്നനായും തടവുകാരനായും വേദനപ്പെടുന്നവനായും നമ്മളെ സമീപിക്കുന്നു എന്ന് തൻ്റെ ഉപമയിൽ കൂടെ കർത്താവ് പറയാനായിട്ട് ശ്രമിച്ചു. ട്രൈ ടു സീ ദ ഫേസ് ഓഫ് ജീസസ് ഓൺ അതേഴ്സ്. മദർ തെരേസയ്ക്ക് ഇങ്ങനെ കാണാനായിട്ട് സാധിച്ചത് കൊണ്ടാണ് ആ മദർ തെരേസ ശുശ്രൂഷയിൽ ഏറ്റവും അനുഗ്രഹിക്കപ്പെടാനായിട്ടിടയായത്. നമ്മളെ ആയിരിക്കുന്ന ജീവിത സാഹചര്യങ്ങളിൽ മറ്റുള്ളവൻ്റെ മുഖത്ത് കർത്താവിൻ്റെ മുഖം കാണണം. എനിക്ക് ദാഹിക്കുന്നു എന്ന് പറയുന്നവൻ്റെ മുഖം കാണണം. വേദനപ്പെടുന്നവൻ്റെ മുഖത്ത് കർത്താവിൻ്റെ ആവശ്യം നമുക്ക് കാണാനായിട്ട് സാധിക്കണം എന്ന് ഈ മൊഴി നമ്മളെ ഓർമ്മപ്പെടുത്തുകയാണ്. കർത്താവിന് ഒരുപക്ഷെ 2 തരത്തിലുള്ള ദാഹമായിരിക്കണം ഉണ്ടായിരുന്നത്. ഒന്ന് ഒരു ഫിസിക്കൽ തേസ്റ്റ്, മറ്റൊന്നൊരു സ്പിരിച്വൽ തേസ്റ്റ്. ഒരു ആത്മീകമായ ദാഹം, ഒരു ഭൗതികമായ ദാഹം. ഭൗതികമായ ദാഹത്തെക്കുറിച്ച് ഞാൻ പറഞ്ഞു. മനുഷ്യൻ്റെ ശരീരത്തിന് ആഹാരം ആവശ്യമാണ്, വസ്ത്രം ആവശ്യമാണ്,
വെള്ളം ആവശ്യമാണ്, വായു ആവശ്യമാണ്, പ്രാഥമികമായിട്ടുള്ള ഘടകങ്ങളൊക്കെ നമ്മുടെ ജീവിതത്തിൽ ആവശ്യമാണ്. ഏബ്രഹാം മാസ്ലോവിൻ്റെ സൈക്കോളജിക്കൽ നീഡ്സ് നമ്മൾ പഠിക്കുമ്പോൾ പലതരത്തിലുള്ള ആവശ്യങ്ങൾ മനുഷ്യനുണ്ട്. സെൽഫ് ആക്ച്വലൈസേഷനിലേക്ക് ഉയരാൻ അവന് പലതരത്തിലുള്ള ആവശ്യങ്ങൾ നിർവഹിക്കേണ്ടതായിട്ടുണ്ട്. ഒരുപക്ഷെ തീവ്രമായിട്ടുള്ള വേദനയുടെ നടുവിൽ കർത്താവ് അനുഭവിച്ചത് ഒരു ഭൗതികദാഹമാവാം. എന്നാൽ അതിന് മറ്റൊരു തിയോളജിക്കൽ അർത്ഥം കൂടിയുണ്ട്. എന്താണെന്നറിയാമോ? ഒരു ആത്മീക ദാഹമായിട്ട് നമുക്കതിനെ കാണാനായിട്ട് സാധിക്കുന്നു. ഇന്നും ഈ ദുഃഖവെള്ളിയാഴ്ച ആഘോഷിക്കുമ്പോഴും മാനസാന്തരമില്ലാതെ ജീവിതത്തിൻ്റെ മോഹങ്ങളിൽ കുടുങ്ങിക്കിടക്കുന്ന എല്ലാവരുടെയും രക്ഷയോർത്ത് കർത്താവിൻ്റെ ദാഹം ഇന്നും വറ്റാതെ നിൽക്കുന്നു എന്ന് എനിക്ക് ദാഹിക്കുന്നു എന്നുള്ള മൊഴിയിൽ ഡിട്രോയിറ്റ് മാർത്തോമ ഇടവകക്കാർ മനസ്സിലാക്കേണ്ടത് ആവശ്യമാണ്. എന്തിനു വേണ്ടിയാണ് ഈ ദാഹം? എൻ്റെ കുഞ്ഞുങ്ങളെ ഓർത്ത് ദാഹം, എൻ്റെ ആത്മീകമായിട്ടുള്ള അധപ്പതനത്തെ ഓർത്ത് ദാഹം, എൻ്റെ താൻപോരിമയെ ഓർത്ത് ദാഹം, എൻ്റെ ജീവിതത്തിൻ്റെ അപജയങ്ങളെ ഓർത്തുള്ള ദാഹം. സ്റ്റിൽ കർത്താവ് ദാഹിക്കുന്നു എന്ന് നമ്മളിപ്പോഴും ഓർക്കണം. ഞാനൊന്ന് മടങ്ങി വന്നാൽ ചിലപ്പം അവൻ്റെ ദാഹം മാറും. ഞങ്ങളൊന്ന് മാനസാന്തരപ്പെട്ടാൽ ചിലപ്പോൾ അവൻ്റെ ദാഹം മാറും. എൻ്റെ സ്വഭാവം ഒന്ന് മാറിയാൽ ചിലപ്പോൾ അവൻ്റെ ദാഹം മാറും. എൻ്റെ വാക്കൊന്ന് ശരിയായാൽ അവൻ്റെ ദാഹം മാറും. ഞാനൊന്ന് അനുദപിച്ചാൽ ചിലപ്പോൾ അവൻ്റെ ദാഹം മാറും. എന്താണ് കർത്താവിൻ്റെ ദാഹം? ഇന്നും എനിക്ക് ദാഹിക്കുന്നു എന്ന് കർത്താവ് പറയുന്നത് എന്തിനെ ഓർത്താണ്? ആത്മീയമായിട്ട് നമ്മൾ ധ്യാനിക്കേണ്ടത് ഏറ്റവും ആവശ്യമാണ്. 6ാമത്തെ കർത്താവിൻ്റെ മൊഴിയാണ് യോഹന്നാൻ എഴുതിയ സുവിശേഷം 19-ാം അധ്യായം 30-ാം വാക്യത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. നമുക്കെല്ലാവർക്കും അറിയാവുന്ന വളരെ ശ്രേഷ്ഠമായ ഒരു മൊഴിയാണല്ലോ. ഒറ്റ വാക്കേ ഉള്ളൂ, നിവൃത്തിയായി. അതേ ഉള്ളൂ. ഇറ്റ് ഈസ് ഫിനിഷ്ഡ്. നിവൃത്തിയായി. എല്ലാ മനുഷ്യർക്കും അവരുടെ ദൗത്യവും ജീവിതവും ഒക്കെ പ്രധാനപ്പെട്ടതാണ് പ്രിയപ്പെട്ടവരെ. വേദനകളില്ലാത്ത മനുഷ്യൻ ആരെങ്കിലും ഉണ്ടോ? ആനയ്ക്ക് തടിഭാരം, ഉറുമ്പിന് അരിഭാരം. ഓരോ മനുഷ്യനും അവനവൻ്റേതായിട്ടുള്ള വേദനകളുണ്ട്, പോരായ്മകളുണ്ട്. എന്നാൽ ഈ വേദനകളോട് മൽപ്പിടുത്തം നടത്തി ജീവിതത്തിൽ അത് അധ്വാനിച്ച് നമ്മളെയൊക്കെ ദൈവം ഏൽപ്പിച്ചിരിക്കുന്നതിൻ്റെ ആ പൂർണ്ണതയിലേക്ക് നടന്നെടുക്കുമ്പോൾ ഒരു ജീവിത സാഫല്യം നമുക്ക് അനുഭവിക്കാനായിട്ട് സാധിക്കും. അതുകൊണ്ട് ഈ ലോകത്തിലെ വേദനകളൊന്നും വേദനയല്ല എന്ന് നമ്മൾ എന്തെങ്കിലും അച്ചീവ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് തോന്നും. കഷ്ടതകളിലൂടെയൊക്കെ നടന്നു പോകുമ്പോൾ നാം നേടിയെടുക്കുന്നതിനൊക്കെ വളരെ ശ്രേഷ്ഠമായ ഒരനുഭവമുണ്ടെന്നും വല്ലാത്ത മധുരമയുണ്ടെന്നും നമുക്ക് ഓർക്കുന്നതിനും മനസ്സിലാക്കുന്നതിനും ഒക്കെ ഇടയാകും. ഇവിടെ കർത്താവിൻ്റെ മുഖത്തും അത്തരത്തിലൊരു അനുഭവമാണ് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. വലിയൊരു കൃതാർത്ഥത. ഞാൻ വിജയം നേടി, ഞാൻ ചെയ്യേണ്ടതെല്ലാം ചെയ്തു, പിതാവ് എന്നെ ഒരു ദൗത്യം ഭരമേൽപ്പിച്ചു, പിതാവ് എന്നെ ഈ ലോകത്തിലേക്ക് അയച്ചു, പിതാവ് എന്നെ യാഗമാകാനായിട്ട് അയച്ചു, ഞാൻ വാക്കിലും ചിന്തയിലും പ്രവൃത്തിയിലും അവൻ്റെ പ്രവൃത്തിയെ ഫുൾഫിൽ ചെയ്തു എന്നുള്ള ഒരു ചാരിതാർത്ഥ്യത്തോടു കൂടിയാണ് കർത്താവ് ഈ മൊഴി പറയുന്നത്. നിവൃത്തിയായി. ഇന്ന് ഈ ദേവാലയത്തിലിരുന്ന് ഈ കർത്താവിൻ്റെ 6ാമത്തെ മൊഴി നാം ധ്യാനിക്കുമ്പോൾ ജീവിതത്തിൽ, കുടുംബത്തിലും, സമൂഹത്തിലും, ആത്മീക ജീവിതത്തിലും ദൈവം നമ്മളെ ഏൽപ്പിച്ചിരിക്കുന്ന അസംഖ്യമായ ഉത്തരവാദിത്വങ്ങളിൽ വീഴ്ച വരുത്താതെ എനിക്കതെല്ലാം പാലിക്കാനായിട്ട് സാധിച്ചു എന്ന കൃതാർത്ഥതയുള്ളവർക്ക് ഈ മൊഴിയെ നെഞ്ചോട് ചേർത്തുകൊണ്ട് തുടർന്നുള്ള നാളുകളിൽ മുന്നോട്ട് ജീവിപ്പാനായിട്ട് സാധിക്കും. എന്നാൽ ജീവിതത്തിൻ്റെ യാത്രകളിൽ ഞാൻ ആത്മീയമായിട്ട്, മുമ്പേ പത്രോസ് പറഞ്ഞ പോലെ അല്പം മടിയനായിപ്പോയി. അന്വേഷിക്കേണ്ട സമയത്ത് സ്ലീപ്പ് ചെയ്തു പോയി. പ്രാർത്ഥിക്കേണ്ട സമയത്ത് പ്രെയർലെസ്നെസ് അവൻ്റെ ജീവിതത്തിലുണ്ടായി. അടുത്ത് നിൽക്കേണ്ടവൻ അകന്നു പോയി. പബ്ലിക്കായിട്ട് പ്രൊക്ലെയിം ചെയ്യേണ്ടവൻ ഓപ്പണായിട്ട് ഡിനേ ചെയ്തു. സൗകര്യപൂർവ്വം കർത്താവിൻ്റെ സ്നേഹത്തെ മറക്കുന്നവരായിട്ട് നമ്മളും തീരുന്നുണ്ടെങ്കിൽ നമുക്ക് ഈ പറയാനായിട്ട് സാധ്യമല്ല. ഇറ്റ് ഈസ് ഫിനിഷ്ഡ് എന്ന് പറയുന്നത് എപ്പോഴാണ്? എല്ലാം ഭംഗിയായിട്ട് ചെയ്യുന്നവർക്ക് മാത്രമേ പറയാനായിട്ട് സാധ്യമാകുകയുള്ളൂ. അതിൽ പരാജയം വരാം, അതിൽ ബലഹീനതകൾ വരാം, അതിൽ വീഴ്ച വരാം. നനച്ചിരിക്കാത്ത നേരത്ത് ചിലപ്പോൾ നമ്മളെ ബലഹീനതകൾ കീഴ്പ്പെടുത്താം. രോഗത്തിലും പ്രയാസത്തിലും അപകടങ്ങളിലും ദുഃഖങ്ങളിലും ഒക്കെ നമ്മൾ വല്ലാതെ കേഴുന്ന അനുഭവം ഉണ്ടാവാം. പക്ഷേ എന്നെ ദൈവം ഈ ലോകത്തിലേക്ക് അയച്ചിരിക്കുന്നത് വിത്ത് എ ഡെഫിനിറ്റ് പർപ്പസ് ആൻഡ് ഫോർ നോളജ്. ഐ ഹാവ് ടു ഫുൾഫിൽ ഹിസ് നീഡ്, ഹിസ് പർപ്പസ് ആൻഡ് ഹിസ് വിൽ ത്രൂ മൈ ഓൾ ട്രാൻസാക്ഷൻസ് ആൻഡ് ഡെലിബറേഷൻസ് വിച്ച് ഐ ആം റെൻഡറിങ് ഇൻ ദിസ് വേൾഡ് എന്ന് നമ്മൾ എപ്പോഴും ഓർക്കേണ്ടത് ആവശ്യമാണ്. കർത്താവ് ചെറുപ്പത്തിൽ അമ്മയപ്പന്മാരോട് ചേർന്ന് ദേവാലയത്തിലേക്ക് പോയപ്പോൾ നമുക്കറിയാം, അവനെ അന്വേഷിച്ച്
അവൻ്റെ അപ്പനായ യോസഫും മറിയയും ഒക്കെ അവിടെ ഒരുപാട് തിരക്കി നടന്നതായിട്ട് കാണാനായിട്ട് സാധിക്കുന്നു. സഹയാത്രക്കാരുടെ കൂട്ടത്തിൽ കാണുമെന്ന് വിചാരിച്ച് ഒരു ദിവസത്തെ വഴി പോരുന്നു. എന്നിട്ട് മടങ്ങി ദേവാലയത്തിൽ ചെല്ലുമ്പോൾ ദേവാലയത്തിൽ മറ്റുള്ളവരോട് ചേർന്നിരുന്ന് വാദപ്രതിവാദങ്ങൾ അവരോട് സംസാരിക്കുന്ന യേശുവിനെ കാണാനായിട്ട് സാധിക്കുന്നു. യേശുവിനെ കാണാത്തതിന് നിൻ്റെ അമ്മയും ഞാനും എന്തുമാത്രം ദുഃഖിച്ചു എന്ന് അവനോട് ചോദിക്കുമ്പോൾ യേശു പറയുന്നുണ്ട്, എൻ്റെ പിതാവിനുള്ളതിൽ ഞാൻ ഇരിക്കേണ്ടതല്ലയോ. ചെറുപ്പം മുതലേ കർത്താവ് ഇത് വളരെ വ്യക്തമാക്കിയിരുന്നു. വാട്ട് ഈസ് ദ പർപ്പസ് ഓഫ് മൈ ലൈഫ്? ഹി ക്ലാരിഫൈഡ് ഇറ്റ്, അല്ലേ? ചെറുപ്പം മുതലേ പറഞ്ഞു, എൻ്റെ പിതാവിനുള്ളതിൽ ഇരിക്കുന്നതാണ് എനിക്ക് ഏറ്റവും ആവശ്യം. ഇങ്ങനെ നമ്മുടെ കുഞ്ഞുങ്ങളൊക്കെ റിയലൈസ് ചെയ്താൽ, ഇഫ് അവർ ചിൽഡ്രൻ റിയലൈസ് ദ പർപ്പസ് ആൻഡ് ഡെസ്റ്റിനി, goal of their life, no need of any person to control their life. അവർ തന്നെ അവരുടെ ജീവിതത്തെ കൺട്രോൾ ചെയ്ത് ആ സ്ട്രെയിറ്റ് പാത്തിലൂടെ മുൻപോട്ട് പോകാനായിട്ട്. ഇങ്ങനൊരു ലക്ഷ്യവും ഒരു ഉദ്ദേശവും താല്പര്യവും ഇല്ലാത്ത പോകുന്നതുകൊണ്ടാണ് ജീവിതം തന്നെ വഴിമുട്ടി വല്ലാതെ തെറ്റായി പോകുന്ന അനുഭവങ്ങളൊക്കെ ജീവിതത്തിൽ ഉണ്ടാകുന്നത്. അതുകൊണ്ട് കർത്താവ് തന്നെ ശുശ്രൂഷയ്ക്ക് പറയുന്നുണ്ട്, എന്നെ അയച്ചവൻ്റെ ഇഷ്ടം ചെയ്യുന്നതാണ് എൻ്റെ ആഹാരം. എന്നെ അയച്ചവൻ്റെ ഇഷ്ടം ചെയ്യുന്നതാണ് എൻ്റെ ആഹാരം. അതുകൊണ്ട് കർത്താവ് തന്നെ ഏൽപ്പിച്ചിരിക്കുന്ന ശുശ്രൂഷ അതേറ്റവും ഭംഗിയായിട്ട് ചെയ്തു എന്നതിൻ്റെ നിദർശനമാണ് കുരിശിലെ 6-ാമത്തെ മൊഴി നിവൃത്തിയായി എന്നുള്ളത്. അപ്പം ദൈവം മനുഷ്യനായിട്ട് വന്നത് എന്തിനു വേണ്ടിയാണ്? മനുഷ്യനെ പാപത്തിൽ നിന്ന് രക്ഷിക്കാനാണ്. പലപ്പോഴും നമ്മൾ ചോദിക്കുന്നതാണ്, ക്രിസ്മസിനൊക്കെ നമ്മൾ ധ്യാനിക്കുന്ന ഒരു വിഷയമാണ്, ദൈവം എന്തിനു മനുഷ്യനായി? കാരണം മനുഷ്യന് മാത്രമേ മനുഷ്യനെ മനസ്സിലാക്കാൻ, ദൈവം എന്തുകൊണ്ടൊരു അലർന്ന സിംഹമായി വന്നില്ല? വലിയൊരു ശക്തിയുള്ള വേറൊരു രൂപമായിട്ട് വന്നില്ല? ബിക്കോസ് ഹി വാണ്ടഡ് ടു അണ്ടർസ്റ്റാൻഡ് മൈ ഫീലിംഗ്, അവർ ഫീലിംഗ്. ഹി വാണ്ടഡ് ടു അണ്ടർസ്റ്റാൻഡ് അവർ വൾണറബിലിറ്റി. സോ ഹി സ്റ്റൂപ്ഡ് ഡൗൺ as a human being and dwelt among us. വേറൊരു ജീവിയായിരുന്നെങ്കിൽ ഞാൻ പറയുന്നതൊന്നും അവന് മനസ്സിലാകുകയില്ല. പക്ഷേ അവനൊരു മനുഷ്യനായിട്ട് വന്നപ്പോൾ എന്നെ മനസ്സിലാക്കാൻ സാധിക്കും, എൻ്റെ നോവ് അറിയാൻ പറ്റും, എൻ്റെ വേദനകൾ അറിയാനായിട്ട് സാധിക്കും. ഞാൻ ഇന്നലെ ഇവിടുത്തെ പാസ് ഓവർ കുർബാനയിൽ, മോണ്ടി തേഴ്സ്ഡേയിൽ പറയാനായിട്ട് ശ്രമിച്ചതുപോലെ, മഹത്വം നഷ്ടപ്പെട്ട ലോകത്തിൽ മഹത്വം വീണ്ടെടുക്കാനാണ് ദൈവം വന്നത്. ഏലി പുരോഹിതൻ്റെ കാലത്ത്, അല്ലേ, ഞാൻ ഇന്നലെ പറഞ്ഞു, ഏലി പുരോഹിതൻ്റെ കാലത്ത് ഫിലിസ്തീയർ ഇസ്രായേലരെ ആക്രമിച്ച് അവിടെ ഇരുന്ന നിയമപെട്ടകമൊക്കെ മോഷ്ടിച്ചുകൊണ്ട് പോയി. ഇതറിഞ്ഞ്, അതുകൂടാതെ അദ്ദേഹത്തിൻ്റെ പ്രിയപ്പെട്ട പുത്രന്മാരായ ഹോഫ്നിയും ഫിനെഹാസിനെയും ഒക്കെ കൊന്നുകളഞ്ഞു. ഇതറിഞ്ഞ് വയോവൃദ്ധനായ ഏലി പിറകോട്ട് താൻ ഇരുന്നിരുന്ന ആസനത്തിൽ നിന്നും ഇരിപ്പിടത്തിൽ നിന്നും പുറകോട്ട് വീണ കഴുത്തൊടിഞ്ഞ് എന്ത് ചെയ്തു? മരിച്ചു. ഫിനെഹാസിൻ്റെ ഭാര്യ പൂർണ്ണ ഗർഭിണിയായിരുന്നു. അവൾ ആ ദാരുണമായ അനുഭവത്തിൽ ആ കുഞ്ഞിനെ പ്രസവിച്ചു. ആ കുഞ്ഞിനൊരു പേരിട്ട് അവൾ മഹത്വം ഇസ്രായേലിൽ നിന്ന് പോയി എന്നർത്ഥം വരുന്ന, ദ ഗ്ലോറി ഹാസ് ഡിപ്പാർട്ടഡ് ഫ്രം ഇസ്രായേൽ എന്നർത്ഥം വരുന്ന ഇഖബോദ് എന്ന് ആ പൈതലിന് പേരിട്ടു. മഹത്വം പോയി, ഞങ്ങളുടെ ഇടയിൽ നിന്ന് മഹത്വം പോയി. നൂറ്റാണ്ടുകൾക്ക് ശേഷം നസ്രയത്തിലെ ഒരു സാധാരണക്കാരിയായ സ്ത്രീ ഒരു കുഞ്ഞിന് ഗർഭം ധരിച്ചു. അവൾ അവനെ വേദനയോടെ പ്രസവിച്ചു. അവളെ ദൈവഹിതപ്രകാരം അവന് പേരിട്ടു ഇമ്മാനുവേൽ. ദൈവത്തിൻ്റെ പദ്ധതിയോടുകൂടെ, പർപ്പസോടുകൂടെ മാനവരക്ഷയ്ക്ക് വേണ്ടി ലോകത്തിൽ വന്ന ശിശു ഇമ്മാനുവേൽ. അവൻ കാൽവറി ക്രൂശിൽ തന്നെ യാഗമായി നഷ്ടപ്പെട്ടു പോയിരുന്ന മഹത്വം വീണ്ടെടുത്ത് മാനവവർഗത്തെ തേജസ്സിൻ്റെ കിരീടം ചാർത്തിച്ചു. പ്രൈസ് ദി ലോർഡ്. ആദിയിൽ ആദാം ആ ഏദൻ തോട്ടത്തിൽ മോഹം കൊണ്ട് പാപം ചെയ്തു. കൊള്ളാം, തിന്നാൻ കൊള്ളാം, കാണാൻ കൊള്ളാം, 2 തരത്തിലാണ് പാപം എൻ്റർ ചെയ്തത്. ഇറ്റ്സ് ഗുഡ് ഫോർ ഫുഡ് ആൻഡ് ഇറ്റ് ഈസ് വെരി പ്ലീസിങ് ഫോർ അവർ ഐ. കണ്ണിന് കൊള്ളാം എന്ന് കരുതി അങ്ങനെ നഷ്ടപ്പെട്ടു പോയ ചൈതന്യം തൻ്റെ മരണത്താൽ വീണ്ടെടുത്തതിൻ്റെ ചൈതന്യമാണ്. കർത്താവ് ആർട്ടിക്കുലേറ്റ് ചെയ്ത, കർത്താവ് ഫോർമുലേറ്റ് ചെയ്ത ആ പ്രത്യേക പ്രൊപ്പഗൻഡയിലൂടെ തൻ്റെ ജീവിതം നയിച്ചു എന്നുള്ളതിൻ്റെ ചാരിതാർത്ഥ്യമാണ് കർത്താവിടെ പറയാനായിട്ട് ശ്രമിക്കുന്നത്. എന്ത്? നിവൃത്തിയായി. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, ഒത്തിരി അനുഭവങ്ങൾ കർത്താവിൻ്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട്. അവൻ തുടങ്ങിയപ്പം തന്നെ ടെംപ്റ്റേഷൻ ഉണ്ടായിട്ടുണ്ട്, അല്ലേ? അവൻ തുടങ്ങിയപ്പം തന്നെ അവൻ്റെ
തേജസ്സിനെ നഷ്ടപ്പെടുത്തുന്ന എത്രയോ പ്രവർത്തനങ്ങൾ ഉണ്ടായിട്ടുണ്ട്. കല്ലിനെ അപ്പമാക്കുക, മേളിൽ ഇരുന്ന് മിറക്കിൾ കാണിക്കുക, നീ എന്തെങ്കിലും അത്ഭുതമായിട്ടുള്ള കാര്യം ചെയ്ത് പൊളിറ്റിക്കലായിട്ട് അതിൻ്റെ പേര് സമ്പാദിക്കുക, ഇങ്ങനെ വണ്ടർസ് വർക്കറായിട്ട് തന്നെ മാറ്റാനായിട്ടുള്ള ടെംപ്റ്റേഷൻസിൻ്റെ അനുഭവങ്ങളൊക്കെ കർത്താവിൻ്റെ ജീവിതത്തിലുണ്ടായി. കുരിശിൻ്റെ മുഖത്തോ എത്രയോ പേർ അവനെ നിന്ദിച്ചു, പരിഹസിച്ചു. നീ എല്ലാവരെയും രക്ഷിച്ചവനല്ലേ? മുമ്പ് ഏവങ്കേലിയോൻ വായിച്ചപ്പോഴും ഞാൻ വായിച്ചു, നീ എല്ലാവരെയും രക്ഷിച്ചവനല്ലേ, നിനക്ക് തന്നെ ഇറങ്ങി വരാൻ സാധിക്കത്തില്ലേ? ക്രൂശിൽ നിന്ന് ഇറങ്ങി വാ, ക്രൂശിൽ നിന്ന് ഇറങ്ങി വാ. എന്തൊരു ടെംപ്റ്റേഷനാണ്! അതിനെയെല്ലാം അതിജീവിച്ചാണ് കർത്താവ് പറയുന്നത്, ഇറ്റ് ഈസ് ഫിനിഷ്ഡ്. പഠിക്കുന്ന കുഞ്ഞുങ്ങൾ, you are studying in various subjects in your college, you may have difficulties on that particular subject. While studying, you may think it is very difficult to achieve this this graduation or this degree. It is very difficult to overcome this syllabus, or it is very difficult to study this subject. But think that if you fail, you cannot achieve your goal. Jesus Christ also went through so many struggles, temptation, but he held his purpose, he held his goal, and he walked towards that cross and achieved that glory, regained the glory of humanity. ജീവിത പ്രതിസന്ധികളുടെ നടുവിൽ പഠിത്തം ഉപേക്ഷിച്ച്, വേണ്ടാന്ന് പറഞ്ഞ് വിട്ടുപോയി, അല്ലെങ്കിൽ കുടുംബജീവിതത്തിലേക്ക് കടന്ന് ആരംഭശൂരത്വം കാണിച്ച് കുടുംബജീവിതത്തിലേക്ക് പ്രവേശിച്ച് എൻഡ്യൂറൻസ് ഇല്ലാതെ പട്ടുപോകുന്നവർ, ജീവിതത്തിൻ്റെ ഉത്തരവാദിത്തങ്ങളിലേക്ക് പ്രവേശിച്ച് എനിക്കിതിന് സാധിക്കുന്നില്ലെന്ന് പറഞ്ഞ് ഇട്ടിട്ട് പോകുന്നവർ, ജീവിതത്തിൻ്റെ ചെറിയ ചെറിയ പ്രയാസങ്ങളെ പോലും സഹിക്കാൻ പ്രാപ്തിയില്ലാതെ ജീവിതത്തിൽ പരാതികൾ പറഞ്ഞ് പാതി വഴിയിൽ ജീവിതം ഉപേക്ഷിക്കുന്നവർ കണ്ടുപഠിക്കണം. പരീക്ഷകളുടെയും വേദനകളുടെയും നടുവിൽ കർത്താവ് കാത്തു സൂക്ഷിച്ച ആ അനുഭവം നിവർത്തിയായി. ഇറ്റ് ഈസ് ഫിനിഷ്ഡ്. ഇത് പൊത്തുവരുത്ത രീതിയിൽ ആയിരിക്കുന്നവർക്ക് പറയാനായിട്ട് സാധ്യമല്ല. എല്ലാ തരത്തിലും ജീവിതത്തിൽ ഞാൻ മുമ്പേ പറഞ്ഞല്ലോ, കഷ്ടതകളില്ലാതെല്ലാം പെർഫെക്റ്റായിട്ട് ചെയ്യാനൊന്നും സാധിക്കത്തില്ല. ചിലപ്പോൾ സ്വർണം പോലും തീയുടെ അനുഭവത്തിലേക്ക് കൊയർ ലീഡർ പോവാണെന്ന് തോന്നുന്നു. ചുമ്മാ പറഞ്ഞോ, ഞാൻ പറഞ്ഞാൽ ഒന്നും പറയത്തില്ലെന്നറിയാം. അതുകൊണ്ടാ ഞാൻ പറഞ്ഞു പൊക്കോളാൻ സ്വാതന്ത്ര്യം കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ ഓർക്കേണ്ട ഒരു കാര്യം, അങ്ങനെയുള്ളവർക്ക് മാത്രമേ ഇറ്റ് ഈസ് ഫിനിഷ്ഡ് എന്ന് പറയാൻ സാധ്യമാവും. അല്ലാത്തവർക്കൊന്നും പറയാനായിട്ട് സാധ്യമല്ല. അതുകൊണ്ട് എല്ലാ വർഷവും വന്ന് കുമ്പിട്ട് കുറേ പ്രാർത്ഥനകൾ ചൊല്ലി എന്നുള്ളതല്ല. ജീവിതത്തിൽ ഏത് നെരിപ്പോടിൻ്റെ അനുഭവത്തിലൂടെ കടന്നു പോയാലും എൻ്റെ ജീവിത സാഫല്യം എന്ന് പറയുന്നത്, ദൈവം തന്നിരിക്കുന്ന ജീവിതത്തിൽ അവൻ്റെ റെസ്പോൺസിബിലിറ്റീസ്, ഉത്തരവാദിത്വം, ഞാൻ എന്തായിരിക്കണമോ അത് മനസ്സിലാക്കി ദൈവഹിതം അന്വേഷിച്ച് ജീവിക്കുന്നതാണ് എൻ്റെ ജീവിതത്തിൻ്റെ സാഫല്യം എന്ന് ഓർക്കുമ്പോൾ, ജീവിത സായന്തനത്തിൽ നമുക്കെല്ലാവർക്കും അഭിമാനിക്കത്തക്ക രീതിയിൽ നമുക്ക് ഓരോ വ്യക്തിത്വങ്ങളായിട്ട് മാറാനായിട്ട് സാധിക്കും. ഏറ്റവും അവസാനം യേശു അത്യുച്ചത്തിൽ നിലവിളിച്ചുകൊണ്ട്, പിതാവേ എൻ്റെ ആത്മാവിനെ തൃക്കൈയിൽ ഏൽപ്പിക്കുന്നു. അതാണ് കുരിശിലെ ഏറ്റവും അവസാനത്തെ മൊഴി. പിതാവേ എൻ്റെ ആത്മാവിനെ തൃക്കൈയിൽ ഏൽപ്പിക്കുന്നു. ലൂക്കോസ് എഴുതിയ സുവിശേഷം 23-ാം അധ്യായം അതിൻ്റെ 46-ാം വാക്യം. ഗോസ്പൽ അക്കോർഡിംഗ് ടു സെയിന്റ് ലൂക്ക് ചാപ്റ്റർ 23 വേഴ്സ് 43. നല്ല മരണം വരിക്കണം. പിന്നെ വേറൊരു സംഭവം നടന്നു. എന്തോ അറിയാം, പീലാത്തോസ് ഈ ഗലീലിയരെ കുറച്ചുപേരെ വാളുകൊണ്ട് കൊന്നുകളഞ്ഞു. ഇപ്പം 2 തരത്തിൽ സംഭവമാണ്. ഒന്ന് പീലാത്തോസ് കൊന്നുകളഞ്ഞു, മറ്റൊന്ന് പ്രതീക്ഷിക്കാതൊരു ആക്സിഡൻ്റ് ഉണ്ടായി. എന്താണ്? ഗോപുരം വീണ്. കർത്താവ് പറയാൻ ശ്രമിച്ചത്, നിങ്ങൾ ചിന്തിക്കുന്നോ ഈ മരിച്ചവരെല്ലാവരും പാവികളാണെന്നും നിങ്ങൾ വലിയ പുള്ളികളാണെന്നും? ഇപ്പം യുദ്ധത്തിൽ എത്രയോ നിഷ്കളങ്കരായ ആൾക്കാരാണ് കിടന്നുറങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ അവർ ലോകത്തിൽ നിന്ന് പോകുന്നത്. നനച്ചിരിക്കാതെ യുദ്ധത്തിൽ എത്രയോ പേരാണ് മരണപ്പെടുന്നത്. നിങ്ങൾ ചിന്തിക്കുന്നുണ്ടോ അവരെല്ലാം പാവികളാണെന്ന്? പക്ഷെ കർത്താവ് ജീവിതത്തിൻ്റെ വലിയ ദാരുണമായ ഒരു അനുഭവത്തെക്കുറിച്ച് പറയുന്നുണ്ട്. മാനസാന്തരപ്പെടാതിരുന്നാൽ നിങ്ങളെല്ലാവരും അങ്ങനെ തന്നെ. അപ്പം ജീവിതത്തിൽ ഞാൻ പറയുന്നതിനെ നിങ്ങൾ തെറ്റിദ്ധരിക്കില്ല. നല്ല മരണമെന്ന് പറഞ്ഞാൽ കുറേ നാൾ ആർക്കും പ്രയോജനമില്ലാതെ സീനിയർ സിറ്റിസൺ ആയിട്ടിരുന്ന് മൂത്ത് മുരടിച്ച് നിൽക്കണം എന്നുള്ള ആശയല്ലേ ഞാൻ പറയുന്നത്. അങ്ങനെയാണെങ്കിൽ കർത്താവിൻ്റെ ജീവിതം എന്താണ്?
ഒന്നും പറയുന്നില്ലല്ലോ. അതുകൊണ്ട് ആയുസിന്റെ ദൈർഘ്യത്തെ കുറിച്ചല്ല സന്തോഷത്തിന് ഇന്ന് സംസാരിക്കുന്നത്. എങ്ങനെയുള്ള മരണമെന്ന് പറയുമ്പോൾ നിങ്ങൾ ചിന്തിക്കുന്ന സോക്കോൾഡ് മരണത്തിന്റെ ഫ്രെയിം വർക്കിൽ നിന്നുണ്ടല്ലോ ഞാൻ സംസാരിക്കുന്നത്. ജീവിതത്തെ ഗൗരവപൂർണമായിട്ട് സമർപ്പിച്ച് ജീവിത സാഫല്യത്തിന് വേണ്ടി അധ്വാനിച്ച് അത് നേടിയെടുത്ത് ജീവിതം കൊണ്ട് പ്രയോജനപ്പെടുന്ന രീതിയിൽ ജീവിച്ച് പൂർത്തിയാക്കുമ്പോൾ മാത്രമാണ് ഈ ജീവിതം അത് ചെന്നെത്താവുന്നവൻ്റെ കയ്യിൽ കൊടുക്കാനായിട്ട്. അതേത് സമയത്തും ആവാം. എത്രയോ പേര് ശ്രേഷ്ഠമായിട്ട് ജീവിച്ച് വളരെ ചെറുപ്പത്തിൽ പോകുന്നവരുണ്ട്. നല്ല പനിനീർ പുഷ്പം പോലെ ശ്രേഷ്ഠരായിട്ടുള്ള എത്രയോ കുഞ്ഞുങ്ങൾ ചെറുപ്പത്തിലേ പോകുന്നു. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, എത്ര നാള് ജീവിച്ചു എന്നതിനേക്കാൾ അപ്പുറമായി നമ്മുടെ ജീവിതം ശ്രേഷ്ഠമാണോ എന്നുള്ളതിനാണ് പ്രാധാന്യം. ഇരുന്ന് തുരുമ്പിക്കുന്നതിനേക്കാൾ ഉപയോഗിച്ച് ഇല്ലാതായിത്തീരുന്നതാണ് നല്ലത്. അതുകൊണ്ട് നല്ല മരണം വരിക്കണമെങ്കിൽ നല്ല ജീവിതം എന്ന് പറയുമ്പോൾ തെറ്റിദ്ധരിക്കേണ്ട ആവശ്യമില്ല. നല്ല ജീവിതമായിരുന്നു എന്നൊന്നും പറയണ്ട. അതുകൊണ്ട് അതിന് വേറൊരു വശം കൂടെ ഉണ്ട്. അപ്പോൾ ഈ കർത്താവിൻ്റെ ജീവിതത്തിൽ ഏറ്റവും ശ്രേഷ്ഠമായിട്ടുള്ള ഒരു ജീവിതം, അതിനനുസരിച്ചാണ് കർത്താവ് ഈ ലാസ്റ്റ് മൊഴി പറയാനായിട്ട് ശ്രമിക്കുന്നത്. പിതാവേ, എൻ്റെ ആത്മാവിനെ തൃക്കയ്യിൽ പരമേൽപ്പിക്കുന്നു. ഇതൊരു പ്രാർത്ഥനയാണ്. അവൻ്റെ ജീവിതമാകമാനം ഒരു പ്രാർത്ഥനയുടെ അനുഭവം. ഞാൻ മുമ്പേയും പറഞ്ഞു, ശിഷ്യന്മാരെ തിരഞ്ഞെടുത്തപ്പം പ്രാർത്ഥിച്ചു, ശുശ്രൂഷ തുടങ്ങിയപ്പം പ്രാർത്ഥിച്ചു, താൻ ഫേമസായി ഒത്തിരി പേര് തൻ്റെ അടുക്കൽ വന്നപ്പോൾ അവൻ മാറിപ്പോയി പ്രാർത്ഥിച്ചു, തൻ്റെ കുരിശിൻ്റെ മുഖത്ത് കർത്താവ് പ്രാർത്ഥിച്ചു. പ്രാർത്ഥന പ്രാർത്ഥന പ്രാർത്ഥന. ജീവിതത്തിൽ മുഴുവൻ പ്രാർത്ഥനയായിരുന്നു കർത്താവിൻ്റെ ജീവിതം. ഇപ്പോഴും ഏറ്റവും അവസാനവും കർത്താവ് പ്രാർത്ഥിക്കുകയാണ്, പിതാവേ, എൻ്റെ ആത്മാവിനെ നിൻ്റെ കയ്യിൽ. വേദനയുടെ നടുവിലാണെന്ന് ഓർത്തോണം പ്രാർത്ഥിച്ച്. ഇന്ന് സുഖം പെരുകി വരുമ്പോഴും we have no time to spend some time in family prayer. നമുക്ക് പോസ്റ്റ്പോൺ ചെയ്യാൻ പറ്റുന്നത് ഏക കാര്യം എന്താണ്? ഒരു ചെലവില്ലാത്ത കാര്യമാണ്. എന്ത്? പ്രാർത്ഥന. ഒരു ചെലവില്ല. എന്നാൽ ചെലവുള്ള എത്രയോ കാര്യങ്ങൾ നമ്മൾ നോക്കുമ്പോൾ, ഇരുട്ടുള്ളപ്പോൾ അവൻ ഒറ്റയ്ക്ക് മാറി പ്രാർത്ഥിച്ചു. വലിയ പുരുഷാരത്തെ കണ്ടപ്പോൾ അവർക്ക് ഭക്ഷിപ്പാനൊന്നും ഇല്ലല്ലോ എന്ന് കരുതി 5 അപ്പവും 2 മീനും കൈകളിലേന്തി പ്രാർത്ഥിച്ചു. ശിഷ്യന്മാരെ തിരഞ്ഞെടുക്കുമ്പോൾ പ്രാർത്ഥിച്ചു. തൻ്റെ അടുക്കൽ വേദനയോടെ ബലഹീനതയോടെ വരുന്ന രോഗികളെ കണ്ടപ്പം പ്രാർത്ഥിച്ചു. വിവിധ വൈവിധ്യങ്ങളിൽ കർത്താവ് എന്ത് ചെയ്തു? പ്രാർത്ഥിച്ചു. അവന് തിരുവചനം ഉദ്ധരിക്കുന്നു. ഇത് എവിടുത്തെ ഇത് അവൻ പഠിച്ചിട്ടുള്ള തിരുവചനത്തിൽ നിന്നാണ് കർത്താവ് ഈ ഇത് പറയുന്നത്. സങ്കീർത്തനങ്ങൾ 31:5. 5-ാമത്തെ മൊഴിയും ഞാൻ പറഞ്ഞത് 5-ാമത്തെ മൊഴിയും ഒരു തിരുവചനത്തിൽ നിന്ന് കർത്താവ് എടുത്തതാണ്. സങ്കീർത്തനങ്ങൾ 22:1. ഇതൊക്കെ പഠിച്ചത് പറയുന്നു എന്നേ ഉള്ളൂ. മനസ്സിലായി? അത് അവൻ്റെ നേരത്തെ പഠിച്ചിരുന്നത് ജീവിതത്തിൻ്റെ ക്രൂഷ്യൽ സ്റ്റേജിൽ പ്രയോജനമായി എന്ന് മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് ഇതൊന്നും തന്നെ ഉണ്ടാക്കി പറഞ്ഞതല്ല. താൻ ഗ്രഹിച്ച ദൈവവചനം കർത്താവ് അവസാനം വാട്ട് വി ഹാഡ് ഷുവർലി വി വിൽ റിഫ്ലക്ട് ദാറ്റ് വാട്ട് വി ഹാവ്. ടാങ്കിലുള്ളതേ ടാപ്പിൽ കൂടെ വരുന്നു. ടാങ്ക് ഈ സർബത്ത് കലക്കിയാൽ ടാപ്പിൽ കൂടെ, ടാങ്കിൽ കെറോസിൻ കലക്കിയാൽ ടാപ്പിൽ കൂടെ കെറോസിൻ വരും. അതുകൊണ്ട് എന്താണോ ടാങ്കിലുള്ളത് അതേ എന്ത് വരുള്ളൂ? ടാപ്പിൽ കൂടെ വരില്ല. അപ്പോൾ കർത്താവിൻ്റെ ടാങ്കിൽ നിറഞ്ഞിരുന്നത് ദൈവവചനമാണ്, പ്രാർത്ഥനയാണ്, ജീവിതാനുഭവങ്ങളാണ്. അതാണ് അവസാന നിമിഷം പോലും. ഒരു ചിന്തകൻ പറഞ്ഞിട്ടുണ്ട്, ക്രിസ്ത്യൻസ് ആർ ലൈക്ക് ടീ. ക്രിസ്ത്യാനികൾ തേയിലയാണെന്ന്. കാരണം ചൂടുവെള്ളത്തിൽ ഇടണോ അതിൻ്റെ സ്വഭാവം? തണുത്ത വെള്ളത്തിലിട്ടാൽ ഊറാമ്പൊടിയാണോ തേയിലയാണോ മണ്ണാണോ ഒന്നും അറിയത്തില്ല. അല്പം ചൂടുവെള്ളത്തിലിട്ടാൽ നിറം മാറും. വാട്ട്സ് അവർ ആറ്റിറ്റ്യൂഡ് ഇൻ ദ മിഡ്സ്റ്റ് ഓഫ് ക്രൈസിസ്? വാട്ട്സ് അവർ ആറ്റിറ്റ്യൂഡ് ഇൻ ദ മിഡ്സ്റ്റ് ഓഫ് പെയിൻ? വാട്ട്സ് അവർ ആറ്റിറ്റ്യൂഡ്സ് ഇൻ ദ മിഡ്സ്റ്റ് ഓഫ് വേരിയസ് വൾണറബിലിറ്റീസ് ആൻഡ് അൺസർട്ടനിറ്റീസ്? കർത്താവിൻ്റെ ഒരു അനുഭവം. ഞാൻ പ്രസംഗിക്കുന്ന ഞാനൊരു വേറൊരാളായിട്ട് നിന്നുകൊണ്ട് പറയല്ല. നമ്മൾ ജീവിതത്തിൻ്റെ പ്രതിസന്ധികളുടെ നടുവിൽ നമ്മൾ തോറ്റുപോകും. പലപ്പോഴും നമ്മൾ ചിലപ്പോൾ ഇട്ടിട്ട് പോകും. പല തരത്തിലുള്ള പ്രയാസങ്ങൾ നമ്മളെ വെല്ലുവിളിക്കും. പക്ഷേ കർത്താവ്, അവനറിയാം എൻ്റെ ആത്മാവ് ഞാൻ ആരുടെ കരത്തിൽ പരമേൽപ്പിക്കണമെന്ന് നന്നായി. അതിൻ്റെ ഡെസ്റ്റിനി എവിടെയാണെന്ന് യേശു കർത്താവിന് നന്നായിട്ട്. ലക്ഷ്യം തെറ്റി വന്ന ചരട് വെട്ടിപ്പോയൊരു പട്ടമല്ല ഞാൻ. കർത്താവിൻ്റെ ആ നൂല് ദൈവത്തിൻ്റെ കരത്തിലുണ്ടെന്നും അതെവിടെ ചെല്ലണമെന്നും കർത്താവിന് നന്നായിട്ട് അറിയാം. അവൻ പഠിച്ച ദൈവവചനം അവൻ പറഞ്ഞ രാപ്പകൽ ധ്യാനിക്കുന്നവൻ ഭാഗ്യവാൻ.
പ്രശസ്ത ചിന്തകനായ സ്പർജൻ പറഞ്ഞിട്ടുണ്ട്. ഈ അച്ഛൻ ഓരോന്ന് പറഞ്ഞുകൊണ്ടിരിക്കുക, നേരം മണി 2 പോകുന്നു. സ്പർജൻ എന്താണ് പറയുന്നത് അറിയാം? പകൽ മുഴുവൻ വായിച്ച ദൈവവചനം രാത്രിയിൽ ധ്യാനിക്കുന്നവനാണ് ഭാഗ്യവാൻ എന്നാണ് ആ സങ്കീർത്തനത്തിൻ്റെ അർത്ഥമെന്ന് അദ്ദേഹം ഇൻ്റർപ്രറ്റ് ചെയ്തേക്കുന്നത്. പകൽ മുഴുവൻ എന്ത് ചെയ്യുക? വായിക്കുക. കാരണം വെട്ടം വേണം, ഒക്കെ വേണം, പലപ്പോഴായിട്ട് വായിക്കുക. ഇത് രാത്രി കിടക്കുമ്പം ഇങ്ങനെ ധ്യാനിക്കുന്നു. അല്ലാതെ രാത്രിയിൽ ഉറക്കമില്ലാതെ ബൈബിളും പിടിച്ചുകൊണ്ടിരുന്ന് വായിക്കും എന്നർത്ഥമല്ലെന്നല്ല ഈ സ്പർജൻ പറയുന്നത്. സ്പർജൻ പറയുന്നത് പകൽ മുഴുവൻ വായിച്ച് മനസ്സിലാക്കുന്ന ദൈവവചനം രാത്രിയിൽ എന്ത് ചെയ്യുക? അത് ധ്യാനിക്കുന്ന ഒരനുഭവം എന്നാണ് സ്പർജൻ പറഞ്ഞത്. കർത്താവിൻ്റെ ജീവിതത്തിൽ അവൻ പകലെന്ന് പറഞ്ഞാൽ ജീവിതത്തിൻ്റെ നല്ല ഘട്ടങ്ങളിൽ മുറുകെ പിടിച്ച ദൈവത്തിൻ്റെ വചനം ജീവിതത്തിൽ പ്രവൃത്തിപഥത്തിൽ കൊണ്ടുവരാനായിട്ട് കർത്താവിന് സാധിച്ചു. നിൻ്റെ യൗവനകാലത്ത് വചനം ചുമന്നാൽ അത് നിന്നെയും ചുമക്കും. പ്രിയപ്പെട്ടവരെ, എന്താണ് ആത്മാവ്? വാട്ട് ഈസ് സോൾ? എന്താ ആത്മാവ്? അത് ദൈവത്തിൻ്റെ കരത്തിൽ തന്നെ ഏൽപ്പിക്കുന്നതാണ് ജീവിതത്തിൻ്റെ ചാരിതാർത്ഥ്യം. ദൈവത്തിൻ്റെ കരത്തിൽ നിന്ന് നമ്മളത് മേടിച്ചിരിക്കുന്നത് മടക്കിത്തരാമെന്ന് പറഞ്ഞാണ്. അവർ ലൈഫ് ഈസ് എ ലോൺ, ട്രസ്റ്റ് ഓഫ് ഗോഡ്. ദൈവം തന്നിരിക്കുക ഈ ഒരു ലോൺ പോലൊരു ജീവിതം. ഈ ആത്മാംശം നമ്മൾ എന്ത് ചെയ്യണം? വീഴണമെങ്കിൽ കെട്ടി വലിക്കണം. അതുകൊണ്ട് എങ്ങോട്ടാണ് നമ്മുടെ ജീവിതത്തിലെ 300 പ്രൊഫസീസ് നിറവേറി? അറിയാമോ? ഇതെല്ലാം ആ ആത്മാവിനെ എത്തേണ്ടുന്ന ഇടത്ത് എത്തിയില്ലെങ്കിൽ, ദൈവഹിതപ്രകാരം ചെയ്തില്ലായി, ഇറ്റ് ഈസ് ഫിനിഷ്ഡ്. 3, പിതാവേ എൻ്റെ ആത്മാവിനെ നിൻ്റെ തൃക്കൈയിൽ അങ്ങും ഇങ്ങും കളയാനുള്ളതല്ല, ഇത് ഞാൻ എവിടെ നിന്ന് മേടിച്ചോ അവിടേക്ക് മടക്കി തരുന്നു. അതിനുള്ള പ്രാപ്തിയും ബലവും എനിക്ക് തരണമേ എന്ന് പ്രാർത്ഥിക്കാനായിട്ട് സാധിക്കണം. കണ്ണുകളടയ്ക്കാൻ പ്രാർത്ഥിക്കാം. മിസ്റ്റർ അനിൽ ജോർജ് ഇപ്പോൾ പ്രാർത്ഥനയ്ക്ക് നേതൃത്വം നൽകും.